ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, റൂമിൽ ബോറടിച്ചിരിക്കണല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇന്നൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് നേരെ പോയി കൊറിയർ എടുത്തു. കൗതലേശം കൂടുതലാണ്ട് പിന്നെ ഇവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ തന്നെ നേരെ അതിൻ്റെ കവറിൽ ഓടിച്ചാടി. ഞാനിതിൽ ഫ്ലിപ്പിൽ ഓഫർ കണ്ടപ്പോഴാണ് എടുത്തത്. ഏകദേശം 120 രൂപയാണ് ആയത്. 100 രൂപയ്ക്ക് ഞാൻ ഉദ്ദേശിച്ച സാധനം ഏകദേശം ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ 300 രൂപ ഏകദേശം വിലയുണ്ട്. അപ്പോൾ ഫ്ലിപ്പിൽ 120 രൂപയ്ക്ക് ഈ സാധനം അത് തന്നെയാണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഒന്ന് പൊളിച്ച് നോക്കാം. ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും നിധി എന്തെങ്കിലും കിട്ടിയാലെന്ന് അറിയില്ല. ഇവരുടെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ സെല്ലോ ടേപ്പ് ചുറ്റി അങ്ങ് അറ്റം വരെ ചുറ്റിയിട്ടുണ്ട്. പൊളിക്കാൻ പോലും പറ്റുന്നില്ല. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ സാധനം. ഇതൊരു ടെയിൽ ടെഡിയാണ്, 46 ടെയിൽ ടെഡി. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്ന് ബെൻഡാകുന്ന പോലത്തെ ഇരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ആർസിന് ഡയറക്റ്റ് ഷൂട്ടാണ്, വേറെ ആൾട്രേഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ വണ്ടിയുടെ നിലവിൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ 3 12 ബോൾട്ട് ഉണ്ട്. ഈ 3 12 ബോൾട്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, ഈ 4 കണക്ഷൻ മൊത്തത്തിലുണ്ട്. ഈ 4 കണക്ഷൻ നമ്മൾ റിമൂവ് ചെയ്യണം. ഇനി നമുക്ക് 12 സ്പാനർ ഉപയോഗിച്ച് ഇവിടെ 3 ബോൾട്ട് ഉണ്ട്. ഈ 3 ബോൾട്ട് റിമൂവ് ചെയ്തെടുക്കാം. 3 ബോൾട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കണക്ടർ ഇപ്പോൾ ആ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കണം. അങ്ങനെ നമ്മൾ കണക്ടർ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ടൈറ്റാണ്, ചെളി കയറാതിരിക്കാൻ വേണ്ടി നല്ല സീലിട്ട് അടിച്ചേക്കുന്നതാണ് ഇവന്മാർ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എങ്ങനെയൊക്കെ തള്ളിപ്പറിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എല്ലാ സാധനവും ഒരു കഴിയുമ്പോൾ ഇതാണ് വേണ്ടിയിട്ട് ലുക്ക്. ടൈൽ മൊത്തം റിമൂവ് ചെയ്യുമ്പോൾ ഇനി നമ്മുടെ 46 ടെയിൽ ടെഡിയിലേക്ക് നമ്മൾ 2 ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മേലെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി 2 നമ്മുടെ 12 ബോൾട്ട്, വണ്ടിയുടെ സ്റ്റോക്ക് ബോൾട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ഒരു ബോൾട്ട് ഉണ്ടാവും. അത് നമ്മൾ ഇതുപോലെ ഒരു വാഷറിട്ട് അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ ചെളി കാര്യങ്ങളെല്ലാം കയറുന്നതാണ്. നമ്പർ പ്ലേറ്റിൽ 10 2 ബോൾട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ടെയിൽ ടെഡിയുടെ 2 അറ്റത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിന് ബാക്കിയുള്ള കണക്ഷനൊക്കെ ഏതിലാണോ അത് കളർ കോഡ് ഉണ്ടാവും, ആ കളർ കോഡിനനുസരിച്ച് കറക്റ്റ് പഴയ പോലെ തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. ടെയിൽ ടെഡി വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഒരു എൻ്റയർ ബ്രേക്ക് എന്നുള്ള ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ബ്രേക്ക് ലൈറ്റ് ആണ്, അത് അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യുന്നതാണ്.